20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ബ്രാഹ്മണക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ കഥകളി ആചാര്യൻ കോന്നശ്ശേരി ശങ്കരൻ നമ്പൂതിരി അനുസ്മരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴക്കാവിന്റെ സങ്കീർത്തന അന്നദാന മണ്ഡപത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബ്രാഹ്മണക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച കഥകളി ആചാര്യനായ കോന്നശ്ശേരി ശങ്കരൻ നമ്പൂതിരി അനുസ്മരണവും കഥകളി ആസ്വാദന ക്ലാസും കഥകളിയും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴക്കാവ് മുഖ്യ രക്ഷാധികാരി, മുഖ്യ ട്രസ്റ്റി, മൂവാറ്റുപുഴ കഥകളി ക്ലബിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി, മൂവാറ്റുപുഴ സാഹിതി സംഗമത്തിന്റെ സജീവമായ അംഗം, കവി, കഥകളി ആചാര്യൻ തുടങ്ങി നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കോന്നശ്ശേരി ശങ്കരൻ നമ്പൂതിരിയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് കിഴക്കേക്കര മൂവാറ്റുപുഴക്കാവിന്റെ സങ്കീർത്തന അന്നദാന മണ്ഡപത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബ്രാഹ്മണക്ഷേമ സഭ വൈസ് പ്രസിഡന്റ് കശ്യപ പതുപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രാഹ്മണക്ഷേമ സഭ മുഖ്യ രക്ഷാധികാരി PNP ഇളയത്, സെക്രട്ടറി ആതിര ദിനേശ്, ബ്രാഹ്മണ സേവാ സംഘം ചെയർമാൻ മണി N, മൂവാറ്റുപുഴക്കാവ് ഭരണസമിതി സെക്രട്ടറി രാമക്കുടുപ്പ പാലപ്പിള്ളി, ബ്രാഹ്മണക്ഷേമ സഭാംഗം MN നാരായണൻ നമ്പൂതിരി, ലീലാദേവി അന്തർജനം, സാവിത്രി അന്തർജനം, BKS ട്രഷറർ EP രാമൻ നമ്പൂതിരി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കഥകളി ആസ്വാദന ക്ലാസുകളിലൂടെ പ്രശസ്തനായ കഥകളി കലാകാരൻ പീശപ്പള്ളി രാജീവ് നയിച്ച കഥകളി ആസ്വാദന ക്ലാസും നടന്നു. ബാലി വിജയം കഥകളിയോടുകൂടിയാണ് അനുസ്മരണ പരിപാടി സമാപിച്ചത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.